ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി. തിരുഹൃദയ ഭക്തിയെപ്പറ്റി മാർപ്പാപ്പമാരുടെ ആധികാരിക പ്രബോധനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 20-ാം നൂറ്റാണ്ടിലെ ഓരോ മാർപ്പാപ്പയും ക്രിസ്തുവിൻ്റെ സ്നേഹപൂർണമായ ഹൃദയത്തിലേക്ക് തിരിയാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ സിംഹാസനം ഈ ഭക്തിക്ക് സഭയുടെ ജീവിതത്തിൽ അസാധാരണമായ സ്ഥാനം കൽപ്പിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ സംക്ഷേപമെന്ന് തിരുഹൃദയ ഭക്തിയെ മാർപ്പാപ്പമാർ വിശേഷിപ്പിക്കുന്നു. ഈ ഭക്തി കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു, പ്രബോധിപ്പിക്കുന്നു. എല്ലാവരും ഏറ്റവും അധികം വിലമതിക്കേണ്ട ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി. 13-ാം ലയോ മാർപ്പാപ്പ 1899 പുറപ്പെടുവിച്ച ആന്നും സാക്രും എന്ന ചാക്രിക ലേഖനത്തിലൂടെ മനുഷ്യകുടുംബത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. തിരുഹൃദയ തിരുനാളിന് അദ്ദേഹം ഒന്നാംകിട തിരുനാളിൻ്റെ പ്രാധാന്യം നൽകി. ലോകത്തെ മുഴുവനും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി എന്ന് വിളിക്കുകയും തിരുഹൃദയ പ്രതിഷ്ഠ അസാധാരണവും ശാശ്വതവുമായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. വ്യക്തിപരമായി ഓരോരുത്തരും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നത് ഉചിതമാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. കാരണം അത് പരസ്പരം സ്നേഹിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഈശോയുടെ അനന്ത സ്നേഹത്തിൻ്റെ പ്രതീകവും ഇന്ദ്രിയ ഗോചരമായ ചിത്രവുമാണ്. പ്രാർത്ഥിക്കാം. സകല പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യവും സർവഹൃദയങ്ങളുടെയും കേന്ദ്രവും രാജാവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ. ആമേൻ.